മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷേ ഇനിയും എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രസ്താവനയായിരിക്കാം ഇനി പറയുന്നത്. പണം പണം സമ്പാദിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് പണം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് പണം സമ്പാദിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞ് പണം സമ്പാദിക്കുന്നതിനാണ് ഏറ്റവും പ്രയോറിറ്റി മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഒരാൾ യഥാർത്ഥ മണി മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നത്. ഇത് പറയുമ്പോഴും ഇനിയും ചിലരെങ്കിലും സംശയിച്ചേക്കാം, ഇത് ശരിയാണോ? ഇത്രയും ആണോ? പണം സമ്പാദിക്കലാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം? മറ്റനേകം ധർമ്മങ്ങളില്ലേ അതിനേക്കാളും പ്രധാനപ്പെട്ടത് എന്നുള്ളത്? ഒരുപക്ഷെ ആത്മീയ മേഖലയിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ളവർ, എവിടെയാണെങ്കിലും ആ പണമുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ധർമ്മം നടപ്പാക്കണമെങ്കിലും പണമുണ്ടായേ പറ്റൂ എന്ന് ചിന്തിക്കുക. അതിന് എന്തെല്ലാം നന്മയുടെ മേഖലയിൽ ചരിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കാതെ നോക്കൂ. അപ്പോൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് പണം സ്വീകരിച്ചേ പറ്റുന്നുള്ളൂ. അപ്പം അവൻ്റെ കൈവശം പണം ഉണ്ടാവുക. പണമില്ലാതെ നിങ്ങളുടെ മറ്റൊരു ധർമ്മവും ചെയ്യാൻ കഴിയില്ല, ഏത് മേഖലയാകട്ടെ. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, മറ്റുള്ളവരിൽ നിന്ന് ചിന്തിക്കൂ. അതാണ്, അവനവൻ്റെ കൈവശം പണമുണ്ടെങ്കിൽ മാത്രമേ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ അവനവനും അവനവനെ ആശ്രയിക്കുന്നവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. മറ്റെന്താണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് നിങ്ങൾ കരുതുന്നത്? നമ്മുടെ ഒരു സമൂഹത്തിന് സേവ ചെയ്യലാവട്ടെ, കുടുംബത്തുള്ളവർക്ക് കുടുംബസ്നേഹമാകട്ടെ, അതിനെല്ലാം പണമാണ് ആവശ്യം. ഈ ഒരു യഥാർത്ഥ തിരിച്ചറിവ് കൈവരുമ്പോഴാണ്, പണം സമ്പാദിക്കലാണ് തൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ മണി മൈൻഡ് സെറ്റിലേക്ക് ഒരു മനുഷ്യൻ ഉയരുന്നത്. മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകില്ല എന്ന ചിന്തയ്ക്കപ്പുറമുള്ള ഏറ്റവും ഉയർന്നൊരു ചിന്തയാണത്. കാരണം എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരണം, പണ്ട് കാലത്ത് ഇതുപോലെ അറിവ് കൊടുത്ത് അരി വാങ്ങിക്കുക, പാവയ്ക്ക കൊടുത്ത് കോവയ്ക്ക വാങ്ങിക്കുക, ആ ഒരു ബാർട്ടർ സമ്പ്രദായമല്ല. എല്ലാ കൊടുക്കൽ വാങ്ങലും നടത്തുന്ന ലൈഫ് എനർജിയാണ് മണി. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കലിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന, പണം സമ്പാദിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് തിരിച്ചറിയുന്ന ആ 10% മനുഷ്യരാണ് ആ സാമ്പത്തിക ഉയർച്ച നേടുന്നത്. അതുകൂടെ മനസ്സിലാക്കുക. തിരിച്ചും ചിന്തിക്കാം, 10% മനുഷ്യരെ അങ്ങനെ ചിന്തിക്കൂ. 10% മനുഷ്യർക്കേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. പണം. മുഖം തിരിച്ചവൻ മുഖത്തേക്ക് നോക്കും, പുച്ഛിച്ചവൻ വാഴ്ത്തിപ്പറയും, ആട്ടിയോടിച്ചവൻ ചേർത്ത് നിർത്തും, വില തരാത്തിടങ്ങൾ വിലയിട്ട് തുടങ്ങും. വീട്ടുചോറുള്ളവനെ വിരുന്നു ചോറുള്ളൂ. പണം സമ്പാദിക്കുന്നതിന് മുൻഗണന കൊടുക്കുക. ആ ഒരു ചിന്തയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ, ഇത് സത്യമാണ്, എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ചിന്തിക്കുക, സത്യമാണോ എന്ന് ചിന്തിക്കുക. പകൽ സമയങ്ങളിൽ മറ്റനാവശ്യ കാര്യങ്ങളിലേക്ക് തിരിയുന്ന സമയത്തെല്ലാം തന്നെ ചിന്തകളാകട്ടെ, സംസാരങ്ങളാകട്ടെ, പ്രവർത്തികളാകട്ടെ, അനാവശ്യ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിനല്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. മേജർ ചിന്ത, മേജർ സംസാരം, മേജർ പ്രവൃത്തികൾ. ഒരു പകൽ സമയത്തെ ഒരു പകൽ സമയം നമ്മളുടെ വിനിയോഗം, നമ്മുടെ പകൽ സമയത്ത് നാം നമ്മെ തന്നെ വിനിയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായും പണം സമ്പാദിക്കുന്നതിനാണോ എന്ന് ചിന്തിക്കുക. ആഴത്തിൽ ചിന്തിക്കുക, 1000 വട്ടം ചിന്തിക്കുക. ആ ഒരു ചിന്തയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങളിപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ, അത് ഞാൻ നെഗറ്റീവ് ശരി പറയാം, നിമിഷങ്ങളുടെ ആർക്കാണെങ്കിലും ഒരു കൂലിപ്പണിക്കാരനാകട്ടെ, മറ്റെന്തെല്ലാം, അപ്പോൾ എനിക്കെങ്ങനെ സമ്പാദിക്കാൻ കഴിയും, അതിനെല്ലാം ഉത്തരം നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കണ്ടെത്തും, നിങ്ങളുടെ ബ്രെയിൻ കണ്ടെത്തും. ബ്രെയിനാണ് നേടിത്തരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പണം സമ്പാദനമാണ്. പകൽ സമയത്തിരുന്നെല്ലാം കംപ്ലൈൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാതെ, നാടിനെയും ലോകത്തെയും പണത്തെയും പണക്കാരെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ, അതൊന്നും എല്ലാവരും ചെയ്യുന്നവരല്ല കേട്ടോ, എങ്കിലും എല്ലാവരും ഒരുപോലെ വളരുന്നതിന് വേണ്ടിയാണ് അത്രയും ആഴത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഏത് മേഖലയിലുള്ളവരാകട്ടെ, പണം സമ്പാദിക്കലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പോൾ സത്യസന്ധമായി ചിന്തിക്കൂ. കൂലിപ്പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകളിലോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ചിന്തിക്കൂ, നിങ്ങൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പണം സമ്പാദിക്കലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ചിന്തിച്ച ഒരാളും കൂലിപ്പണി ചെയ്യില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൂലിപ്പണി ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ 100 വട്ടം സത്യസന്ധമായി ചിന്തിച്ചോളൂ. പണം സമ്പാദിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ധർമ്മം. പണം സമ്പാദിക്കുന്നതിനാണ് ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടില്ല, ഉറപ്പ്. ഇന്നു മുതൽ ആ ചിന്ത മാറ്റൂ. അപ്പോൾ അത്ഭുതം എന്നാണ് നിങ്ങളിലേക്ക് ആ പണം സമ്പാദിക്കുന്നതിൻ്റെ മാർഗ്ഗങ്ങൾ വരുന്നത് കാണാം. ലക്ഷ്മി കടാക്ഷിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുന്നത് കാണാം. യേശുവിൻ്റെ ദാനം നിങ്ങളിലേക്ക് ചൊരിയുന്നത് കാണാം. സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിൽ ആ ലൈഫ് എനർജി
എനർജി, ആ പണം, ലൈഫ് എനർജി നിങ്ങളിലേക്ക് വരുന്ന വാതായനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി തുറക്കുന്നത് കാണാം. എല്ലാവർക്കും കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.